ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോവാണ്. സ്വർഗത്തിലേക്ക് സത്യവിശ്വാസിയായ മനുഷ്യൻ പോകുമ്പോ അവൻ സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് 10 സമ്മാനങ്ങള് അള്ളാഹു മലക്കിന്റെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരുടെ കൂടെയാണ് നമ്മൾ സ്വർഗത്തിലാവേണ്ടത്. അവരുടെ കൂടെ ഒരു സ്വർഗം കിട്ടണം, അങ്ങനെയാ വേണ്ടത്. അല്ലാതെ എങ്ങനെയൊരു സ്വർഗത്തിൽ പോയിട്ട് കാര്യമില്ല. അതിന് അവരോട് ചേരാനുള്ള പണികള്, ദിക്റുകളും സ്വലാത്തുകളും, അവരോടുള്ള മഹബത്ത്. ഒരു ഹദീസ് കേട്ടോളൂ, സത്യവിശ്വാസി സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് കിട്ടുന്ന 10 സമ്മാനങ്ങൾ കേട്ടോളൂ. 10 സമ്മാനം കൊടുക്കും, എന്നിട്ടാ സ്വർഗത്തിലേക്ക് വിടണം. 10 സമ്മാനങ്ങൾ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് അല്ലാഹു പറഞ്ഞയക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഒരു മലക്ക് കടന്നു വരുമത്രേ. ആ മലക്കിന്റെ കയ്യിൽ സമ്മാനമുണ്ട്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായ ഒരു പതാകയുണ്ട്, അല്ലെങ്കിൽ ഒരു തുണിശീലയുണ്ട്. ഒരു സംഘം മുഅ്മിനീങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകല്ലേ. സ്വർഗത്തിലേക്ക് പോകുന്നത് നല്ല രസകരമായ യാത്രയാണ്. സ്വർഗത്തിലേക്ക് പോകുന്നത് മനുഷ്യന്മാർ ഒരു കൂട്ടം കൂട്ടായി. നിങ്ങൾ ഉംറക്കൊക്കെ പോയപ്പോ കണ്ടിട്ടുണ്ടാകും, അവിടെ ഈ ഇന്തോനേഷ്യക്കാർ ഒരു പതാകം പിടിച്ചിങ്ങനെ ഒരാള് മുന്നിൽ പോവാ, ബാക്കിയുള്ളവർ പിന്നാലെ പോവാ. അങ്ങനെ സ്വർഗത്തിലേക്ക് ഒരാള് മുന്നിൽ പതാക പിടിച്ചിട്ട് പോകും, പിന്നാലെ ഒരു സംഘം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അങ്ങനെ മുന്നിൽ പതാക പിടിക്കുന്നത് മലക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. അല്ലാഹുവേ, സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഓരോ സംഘമായ ചെല്ലാം ഹറമിലേക്ക് വരുന്ന കണ്ടിട്ടില്ലേ? ഓരോ സംഘങ്ങളായി നല്ലവരുടെ സംഘത്തിൽ ചേരാൻ പണ്ഡിതന്മാരുടെ സംഘത്തിന്റെ മുന്നിലുണ്ടാകുന്നത് എന്റെ ഉസ്മാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മഹാന്മാരായ പണ്ഡിതന്മാരുടെ സംഘത്തിന്റെ മുന്നിൽ എന്റെ ഉസ്മാൻ നിൽക്കും, പതാക കൊണ്ട് നിൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശഹീദന്മാരുടെ മുന്നിൽ നിൽക്കാൻ എന്റെ അലിയ സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലേക്ക് പോകുന്ന മഹാന്മാരായ മുഅ്മിനീങ്ങളുടെ ഇടയിലേക്ക് ഒരു മലക്ക് ഓടിക്കിതച്ചു വരും. ആ മലക്ക് പറയും, ആ മലക്ക് സ്വർഗപ്രവേശത്തിന് മുമ്പ് പറയും, സ്വർഗത്തിന്റെ ഒരു തുണിശീല കൊണ്ടുവരുന്നു, 10 സമ്മാനങ്ങളും കൊണ്ടുവരുന്നു. എന്നിട്ട് മലക്ക് പറയുമത്രേ, നിങ്ങൾ കടക്കാൻ വരട്ടെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാൻ വരട്ടെ. ഖിഫു 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 ഖിഫു. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെ കയ്യിൽ സമ്മാനം തന്നിട്ടുണ്ട്, എന്റെ കയ്യിൽ പതാകയുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ തിരക്ക് കൂട്ടുന്ന മുഅ്മിനീങ്ങളോട് പറയും, അവിടെ നിൽക്കണേ, എന്റെ കയ്യിൽ ഒരു പതാകയുണ്ട്. സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 10 സമ്മാനം തരണമെന്ന അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ആ സമ്മാനം അണിയിച്ചു വേണം നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ടല്ലോ, പന്ത് കളി കഴിഞ്ഞ് ഫൈനലിൽ വിജയിച്ച് സമ്മാനം കിട്ടിയിട്ട് ആ സമ്മാനത്തോട് കൂടെ ആ നാട്ടിലേക്ക് സ്വീകരിക്കാം. ആ സമ്മാനം ഇങ്ങനെ ട്രോഫിയൊക്കെ പിടിച്ച് ആ കഴുത്തിലിടുന്ന മാല അതൊക്കെ ആയിട്ട് ഇങ്ങനെ ആ സമ്മാനത്തോടു കൂടെ ആ ജന്മനാട്ടിലേക്ക് വരാം.
അങ്ങനെ മലക്ക് പറയും, ഇവര് ചോദിക്കും, അല്ലാഹു തന്ന സമ്മാനം എന്താ? അല്ലാഹു തന്ന സമ്മാനം എന്താ? മലക്ക് പറയും, 10 മോതിരങ്ങളാ. 10 മോതിരം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 10 വിരലിലും 10 മോതിരം. 10 മോതിരങ്ങളാണ് മക്തൂബുൻ, അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ആ മോതിരത്തിന്റെ കല്ല് ഉള്ള ഭാഗം, മോതിരത്തിന് കല്ല് വെക്കുന്ന ഭാഗം, കല്ലല്ല അവിടെ ഉള്ളത്, പീഠമാണ്, പരന്ന പ്രതലം. 10 മോതിരമാണ് സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് അല്ലാഹു തന്ന സമ്മാനം. 10 സമ്മാനം, 10 മോതിര. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നാമത്തെ മോതിരം ഇതാ. അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് സൂറത്ത് സുമറിന്റെ 73-ാമത്തെ ആയത്ത്. ഒന്നാമത്തെ മോതിരത്തിന്റെ മുകളിൽ എഴുതിയതാ, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ, നിങ്ങൾ വിശുദ്ധരല്ലേ, സ്വർഗത്തിലേക്ക് കടന്നോളൂ, ഇനി അവിടെ നിന്ന് പുറത്തു വരേണ്ടതില്ല. അങ്ങനെ പറഞ്ഞ സൂറത്ത് സുമറിന്റെ 73-ാമത്തെ ആയത്ത് ഒന്നാമത്തെ മോതിരത്തിന്റെ മുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സമ്മാനത. രണ്ടാമത്തെ മോതിരം, ആ രണ്ടാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഉദ്ഖുലൂഹാ ബിസ്സലാമിൻ ആമിനീൻ. ഇനി ഒരു ഭയവും വേണ്ട, സന്തോഷത്തോടുകൂടെ സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് പറഞ്ഞ സൂറത്തുൽ ഹിജ്റിന്റെ 46-ാമത്തെ ആയത്ത് രണ്ടാമത്തെ മോതിരത്തിന്റെ മുകളിലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ മോതിരമുണ്ട്, അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു, അദ്ഹബതു അൻകുമുൽ അഹ്സാന വൽ ഹുമൂമ. ദുഃഖങ്ങളും ടെൻഷനും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല, ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് മൂന്നാമത്തെ മോതിരത്തിന്റെ മുകളിൽ എഴുതി വെച്ചതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നാലാമത്തെ മോതിരം, അതിന്റെ മുകളിലും കാണാം, അൽബസ്നാകുമുൽ ഹുലല. നിങ്ങൾക്ക് നാം ആഭരണങ്ങൾ അണിയിച്ചിട്ടുണ്ടേ. സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി കുറെ ആഭരണങ്ങൾ കാത്തിരിക്കാം. അതാണ് നാലാമത്തെ മോതിരത്തിൽ. അഞ്ചാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പുരുഷന്മാർക്ക് ജീവിതത്തിന്റെ പങ്കാളിത്തത്തിൽ ഹുർലീങ്ങൾ, സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് തോഴികളായി ഹുർലീങ്ങളെ അല്ലാഹു ഒരുക്കിയിട്ടുണ്ടേ. ആറാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറൂ അന്നഹും ഹുമുൽ ഫായിസൂൻ. സൂറത്തുൽ മുഅ്മിനൂനയുടെ 111-ാമത്തെ ആയത്ത്. ക്ഷമിച്ച് കിട്ടിയ സമ്മാനം, ക്ഷമയുടെ സമ്മാനം, ക്ഷമക്ക് കിട്ടിയ പ്രതിഫലം, അതാണോ ഈ സ്വർഗം എന്നതാ ആറാമത്തെ മോതിരത്തിൽ എഴുതി വെക്കാം. ഏഴാമത്തെ മോതിരത്തിൽ സിറത്തും ശബാബല്ലാ തഹ്റമൂൻ. ഒരിക്കലും വാർദ്ധക്യം വരാത്ത യൗവനമാണ്, കാലപ്പഴക്കം കൊണ്ട് നീ നരക്കണ്ട. 33-ലൊരിക്കലും കവിയണ്ട. അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസ്വാജുമൊത്തിയിട്ടെപ്പോഴും ഉല്ലാസമാ. എന്നും നിനക്ക് യൗവനമാണ്, എന്നും യൗവനമാണ്. ഏഴാമത്തെ മോതിരത്തിൽ അങ്ങനെയാണ്, ഈ യൗവനം എന്നുണ്ടാവും. എട്ടാമത്തെ മോതിരത്തിലുണ്ട്, സിർതും ആമിനീൻ ലാ തഖാഫൂന അബദാ. ഇനി ഒരു ഭയവും പേടിയും വേണ്ട, ആജീവാനന്ദ നിർഭയം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നതാ എട്ടാമത്തെ മോതിരത്തിൽ. ഒൻപതാമത്തെ മോതിരം കേട്ടോ, അതാ നമ്മുടെ വിഷയം. ഒൻപതാമത്തെ മോതിരത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, വറഫീഖുകുമുൽ അംബിയാഉ
വസ്സിദ്ദീഖൂൻ വസ്സുഹദാഉ വസ്സാലിഹൂൻ. സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാർ മഹാന്മാരായ അമ്പിയാക്കളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമാ സ്വർഗത്തിലെ കൂട്ടുകാർ. ഈ 4 വിഭാഗമായിരിക്കും നിങ്ങളുടെ കൂട്ടുകാർ. ഇങ്ങനെയാണ് 9ാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിരിക്കുക. 10ാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കുന്തും ഫീ ജിവാരിർ റഹ്മാനിൽ അർശിൽ കരീമിൽ അലീം. നിങ്ങളുടെ താമസ സൗകര്യം സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അർശിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്താണ്. അങ്ങനെയാണ് 10ാമത്തെ മോതിരത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ 10 മോതിരവും കൊടുക്കും. 10 മോതിരം കിട്ടിക്കഴിയുമ്പോൾ അവര് പറയും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹുസ്ന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. പഠിച്ചോനെ, എത്ര സങ്കടപ്പെട്ടിട്ടാ, എത്ര കരഞ്ഞിട്ടാ അവിടെ വരെ എത്തിയത്. അല്ലാഹുവേ, ആ കണ്ണുനീരിനെ കാലങ്ങളോളം നീ സാക്ഷിയല്ലേ അല്ലാ. ഇനി ആ കണ്ണുനീര് കാണേണ്ടതില്ലല്ലോ അല്ലാ, ഇനി ആ കണ്ണുനീര് ഒഴുകേണ്ടതില്ലല്ലോ അല്ലാ. നീ ഗഫൂറല്ലേ, നീ ശക്കൂറല്ലേ എന്ന് സന്തോഷത്തോടുകൂടെ ഹംദ് പറഞ്ഞു സ്വർഗവാസി വിളിച്ചു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാന്മാരുടെ കൂടെ കൂടാൻ, അറ്റ്ലീസ്റ്റ് സ്വലാത്ത് കൊണ്ടെങ്കിലും ഒരു സമ്പർക്കം നബിയോടുണ്ടാവാൻ, ഇടക്കിടക്ക് മഹാന്മാരൊക്കെ സിയാറത്ത് ചെയ്യാം, അവരുടെ കൂടെ സ്വർഗത്തിലെത്താൻ കൊതിക്ക, ആഗ്രഹിക്ക. അവരെ പ്രകീർത്തിക്കുന്നതിനെ നാം ജീവിതത്തിൽ വിലയുള്ളതായി കാണാം, അവരോടുള്ള മഹബത്തുകളിൽ ചേരാം. മഹാന്മാരെ മാറ്റി നിർത്തിയിട്ട് പരിഷ്കരിച്ച് പറയുന്ന ഒരു ഇസ്ലാം പുതിയത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ദൂരെ നിർത്താം, അവരായിട്ടുള്ള സൗഹാർദ്ദം കുറയ്ക്കാം. നായ നമ്മൾ കാണാറുണ്ടല്ലോ, വലിയ ശ്രേഷ്ഠതയൊന്നും ഇപ്പൊ അതിന് പറയാനില്ല, നജസ്സാണ്, മുഗല്ലദായ നജസ്സാണ്. പക്ഷെ നായയും സ്വർഗത്തിൽ പോയത് മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഇന്ന അശ്റത്തം മിനൽ ഹയവാനാതി മിൻ അഹ്ലിൽ ജന്നതി ബിശ്റുഫിൽ ഖരീൻ. ആരുടെ കൂടെയാണോ നടന്നത് അവരുടെ ശ്രേഷ്ഠത കൊണ്ട് ഈ കൂടെ നടന്ന 10 ജീവികൾ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. ആരോട് സമ്പർക്കം കിട്ടിയോ അവരുടെ ബർക്കത്ത് കൊണ്ട് ഈ 10 ജീവികൾക്ക് സ്വർഗമുണ്ട്. സൂറത്ത് ശുഅറാഇന്റെ വ്യാഖ്യാനത്തിൽ ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി രേഖപ്പെടുത്തിയ ഇബാറത്ത് എങ്ങനെയാ, ഇന്ന അശ്റത്തം മിനൽ ഹയവാനാതി മിൻ അഹ്ലിൽ ജന്നതി ബിശ്റുഫിൽ ഖരീൻ. ഏതൊരു മഹാന്റെ കൂടെയാണോ കൂടിയത് ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് 10 ജീവിക്ക് സ്വർഗത്തിൽ ഇടം. റൂഹുൽ ബയാന്റെ മറ്റൊരു ഉദ്ധരണി സൂറത്തുൽ കഹ്ഫിൽ കാണുന്ന എങ്ങനെയാ, റുവിയ അന്നഹു യദ്ഖുലുൽ ജന്നത മഅൽ മുഅ്മിനീന അശ്റത്തും മിനൽ ഹയവാനാത്. 10 ജീവികൾ സ്വർഗത്തിലാണ്. എങ്ങനെയെന്നറിയോ? കേട്ടോളൂ. 1ാമത്തെ ജീവി നാഖത്തു സാലിഹ്, സാലിഹ് നബിയുടെ ഒട്ടകം. സാലിഹ് നബിയുടെ ഒട്ടകം പാറയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ഒട്ടകമുണ്ട് സ്വർഗത്തിലാണ്. ഇബ്രാഹിം, ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കാൻ വന്ന മഹാന്മാരായ മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് വന്നപ്പോ ഇബ്രാഹിം നബി അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി അറുത്ത ഒരു മൂരിക്കുട്ടിയുണ്ട്, അത് സ്വർഗത്തിലാണ്. 3ാമത്തേത് ഇസ്മായിൽ. ഇസ്മായിൽ നബിയെ അറുക്കാൻ മിനാ താഴ്വരയിൽ കമഴ്ത്തി കിടത്തിയ നേരം ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആടിനെ കൊണ്ടുവന്നു. ആ ആട് സ്വർഗത്തിൽ നിന്നാണ് വന്നത്. അത് ഇസ്മായിൽ നബിയുടെ കബിഷാണ്, അത് സ്വർഗത്തിലാണ്. 4ാമത്തേത് ബഖറത്ത് മൂസ, അല്ലേ? 4 1 സാലിഹ് നബിയുടെ ഒട്ടകം, 2 ഇബ്രാഹിം നബിയുടെ മൂരിക്കുട്ടി, 3 ഇസ്മായിൽ നബിയുടെ മുട്ടനാട്, 4 മൂസാ നബിയുടെ കാലഘട്ടത്തിലെ പശുക്കുട്ടി. മൂസാ നബിയുടെ കാലഘട്ടത്തിലെ പശുക്കുട്ടി. ആ പശുക്കുട്ടിയെ കുറിച്ചുള്ള പരാമർശമാണ് സൂറത്തുൽ ബഖറയിലുള്ളത്. അതുകൊണ്ടാണ് ആ പശുക്കുട്ടി എന്ന അർത്ഥത്തിലുള്ള അൽ ബഖറ എന്ന് സൂറത്തുൽ ബഖറയിൽ അധ്യായത്തിന് പേര് വന്നത്. ആ പശുക്കുട്ടി ഏത് പശ്ചാത്തലത്തിലാണ്? ഒരാള് മറ്റൊരാളെ കൊന്നു. കൊലയാളി ആരാണെന്ന് തിരിച്ചറിയാൻ ഒരു പശുവിനെ അറുത്തിട്ട് അതിന്റെ
മൂട്ടല് ഉൾപ്പെടെയുള്ള വാൽഭാഗം മുറിച്ചെടുത്തിട്ട് ഈ മരിച്ചു കിടക്കുന്ന ആളെ അടിച്ചു കഴിഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ആളെ എണീറ്റിട്ട് പറയും ആരാ കൊന്നേന്ന്. അങ്ങനെ കൊലയാളിയെ പിടിക്കാം എന്ന് ഇസ്രായേലി സമൂഹത്തിന് അള്ളാഹു വഴി പറഞ്ഞു കൊടുത്തു. അതിനുവേണ്ടി അന്ന് അറുക്കാൻ പശുക്കുട്ടിയെ തേടി നടന്നു. അങ്ങനെ കിട്ടിയ ആ പശുക്കുട്ടിയാണ് അൽ ബഖറയിലെ പ്രധാന പരാമർശം. ആ പശുക്കുട്ടിയുടെ പേരിൽ തന്നെയാണ് ആ അധ്യായം സൂറത്തുൽ ബഖറ. ആ പശുക്കുട്ടി മൂസ നബിയോടുള്ള സമ്പർക്കം കൊണ്ട് സ്വർഗത്തിൽ. നാലാമത്തേത് അതാ. അഞ്ചാമത്തേത് യൂനുസ് നബിയെ വിഴുങ്ങിയ മത്സ്യം. യൂനുസ് നബി കൂടെ ഉണ്ടായിരുന്നല്ലോ. ആറാമത്തേത് മഹാനായ പ്രവാചകൻ ഉസൈർ അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന കഴുത. ഏഴാമത്തേത് സുലൈമാൻ നബിയോട് സംസാരിച്ച ഉറുമ്പ്. അതായത് സുലൈമാനും സംഘവും നിങ്ങളെ ചവിട്ടി മെതയ്ക്കാതിരിക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞൊരു ഉറുമ്പുണ്ട്. ആ ഉറുമ്പ് സ്വർഗത്തിലാണ്. എട്ടാമത്തേത് ബൽഖീസിന്റെ കൊട്ടാരത്തിലേക്ക് പറന്നുപോയ ഹുദ്ഹുദ എന്ന മരം കൊത്തിപ്പക്ഷി. ഒൻപതാമത്തേത് അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ ജോർദാനിലെ ഗുഹയിൽ അവരുടെ കൂടെ ഉറങ്ങിയ നായ. പത്താമത്തേത് ഹബീബായ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഖസ്വാ എന്ന ഒട്ടകം. ഇങ്ങനെ 10 ജീവികൾ. ഈ 10 മൃഗങ്ങൾക്കും സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അള്ളാഹു രൂപമാറ്റം നൽകും. ആ 10 ഒരു ആടിന്റെ രൂപത്തിലാകും, ഒരു മുട്ടനാടിന്റെ കൊറ്റനാടിന്റെ രൂപത്തിലാകും. കണ്ടോ, മഹാന്മാരുടെ കൂടെ കൂടിയവ മൃഗങ്ങൾ, ജീവികൾ, അവർക്ക് സ്വർഗത്തിൽ പ്രവേശം അള്ളാഹു തരട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഇതൊക്കെ വേണം. നമ്മൾ കള്ളത്തരം കാണിക്കാൻ നിൽക്കരുത്. ഞാൻ എന്നെയാ പറയുന്നത്, നിങ്ങളെ അല്ല. ഒരു ശരിയായ കള്ളനെ തിരിച്ചറിയാം. 4 അടയാളം മഹാനായ ഹാത്തിം ഇബ്നു സാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മൻ ഇദ്ദഅ അർബഅ മിൻ ഗൈരി അർബഅ ഫഹുവ മക്ദൂബ് ഫഹുവ മുകദ്ദിബ്. ഒരാള് 4 കാര്യം ഒഴിവാക്കിയിട്ട് 4 കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാണ് പെരുങ്കള്ളൻ. പെരുങ്കള്ളൻ, വലിയ കള്ളനാരാ? 4 അടയാളം. ഒന്നാമത്തെ അടയാളം കേട്ടോളൂ. ഒന്നാമത്തെ കാര്യം, അള്ളാനെ ഇഷ്ടമാണ്, പടച്ചോന് വേണ്ടി അള്ളാഹു ഒരിയരും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മളും ചെയ്യാറുണ്ട്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം അല്ലാഹ് അരുതെന്ന് പറഞ്ഞത് ഒഴിവാക്കാതെയാണ് നന്മകൾ ചെയ്യുന്നത് എങ്കിൽ അള്ളാഹുവോടുള്ള അവന്റെ ഇഷ്ടം അത് കളവാണെന്ന് മഹാന്മാർ പറയാം. രണ്ടാമത്തേത് കേട്ടോളൂ. ومن ادعى حب الجنة من غير إنفاق ماله في طاعة الله تعالى. ഒരാൾ പറയാ, എനിക്ക് സ്വർഗത്തിൽ പോണം, എങ്ങനെയാലും ജീവിച്ച് മരിച്ചാൽ പോരാ ഉസ്താദെ, സ്വർഗത്തിൽ പോണം, അല്ലാതെ നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം? സ്വർഗത്തിൽ പോണം. സ്വർഗത്തിൽ പോവാനായി പണി മുഴുവൻ എടുത്തത്. ഇങ്ങനെ സ്വർഗത്തെ കുറിച്ച് പറയുന്നു, ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? സ്വർഗത്തിൽ പോകണമെന്ന് പറയും. എനിക്ക് സ്വർഗത്തിൽ കൂടണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ അങ്ങനെ പറയുന്നതിന്റെ കൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവ് ചെയ്യേണ്ട സന്ദർഭം വരുമ്പോ ഒഴിഞ്ഞു മാറലാണ് സ്വഭാവമെങ്കിൽ അവൻ പറയുന്ന സ്വർഗം കള്ളത്തരമാ, അവന് സ്വർഗമെന്ന് മോഹമില്ല. മഹാന്മാർ പഠിപ്പിക്കുകയാ. മൂന്നാമത് പറഞ്ഞു, റസൂലുള്ളാഹിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, പക്ഷേ നബിയുടെ സുന്നത്തുകൾ ജീവിതത്തിലില്ല. എന്നാൽ ആ പറയപ്പെട്ട പ്രവാചക സ്നേഹം കള്ളത്തരമാത് പറയുന്നവൻ പെരും കള്ളനാണെന്ന് മഹാനായ ഹാത്തിം ഇബ്നു സാഹിദ് റളിയല്ലാഹു അൻഹു.
നാലാമത്തേത് വമനിദ്ദഅ ഹുബ്ബദ്ദറജാത്ത്, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പരിഗണന കിട്ടണം, വലിയ പദവി കിട്ടണമെന്ന മോഹമുണ്ട്. പക്ഷേ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഫഖീറന്മാർ പാവങ്ങളുടെ കൂടെ ഇരിക്കാനും അവരോട് കൂടെ ചേരാനും അവരുമായി വർത്തമാനം പറയാനും മിസ്കീന്മാരോടൊരകലമുണ്ട് എങ്കിൽ അവന് റബ്ബിന്റെ മുന്നിൽ പദവിയില്ല. അള്ളാഹുവിന്റെ മുന്നിൽ വലിയ പദവി ആഗ്രഹിക്കുന്നു എന്ന് ഒരാൾ പറയുന്നു. പക്ഷേ ഭൂമിയിൽ മിസ്കീന്മാരോടും ഫക്കീറന്മാരോടും വലിയ അകലം, പാവങ്ങളോടൊരു അവഗണന എങ്കിൽ ആ പറഞ്ഞ വർത്താനം വെറുതെയാണ്. ഈ രീതിയിലാണ്. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സജ്ജനങ്ങളുടെ കൂട്ടുകാരനായി സ്വർഗത്തിലെത്താൻ സ്വലാത്ത് ചൊല്ലണം. സജ്ജനങ്ങളുടെ കൂട്ടുകാരനായി സ്വർഗത്തിലെത്താൻ ദിക്റുകൾ ചൊല്ലണം. അള്ളാഹു ആ ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ. ജീവിതത്തിൽ ഇങ്ങനെ കുറെ ശീലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദിക്ർ സ്വലാത്തുകളുടെ ചില മരിക്കാത്ത പങ്കാളിത്തം കൊണ്ട്, നിലയ്ക്കാത്ത പങ്കാളിത്തം ജീവിതത്തെ നന്നാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുഹാ നിസ്കാരം വേണം, തഹജ്ജുദ് നിസ്കരിക്കണം. അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നാം അറിഞ്ഞ അറിവിന്റെ ആ സർക്കിളിൽ നിന്നുകൊണ്ട് ഒന്നങ്ങോട് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം കൂടെ ഉണ്ടാവും. മൻ തഖറബ മിന്നി ശിബ്റ തഖറബതു മിൻഹു ദിറാഅ. നമ്മുടെ ശ്രമം അളന്നു നോക്കിയപ്പോൾ ഒരു ചാണേ ഉള്ളൂ എങ്കിൽ നമ്മെ സഹായിക്കാൻ ആ ഒരു ചാണിനോട് അള്ളാഹു ഒരു മുഴം അവന്റെ വകയായി കൂട്ടിച്ചേർക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ തഖറബ മിന്നി ദിറാഅ. നമ്മൾ ചെയ്തു കൂട്ടിയ അധ്വാനത്തെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ അതിന്റെ നീളം ഒരു മുഴം ആണ് ഉള്ളിയെങ്കിൽ അള്ളാഹു അവനിലേക്ക് പിന്നെ കൂട്ടിക്കൊടുക്കുന്നത് രണ്ട് കൈയും ഇങ്ങനെ വിടർത്തി പിടിച്ചാൽ ഒരു മാറ് അകലം എന്ന് പറയും. അത്രയും അള്ളാഹു അവനിലേക്ക് ചേർക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. നമ്മൾ മുഅ്മിനാണോ എന്നാൽ നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കല് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അള്ളാഹു സഹായിക്കും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. റബ്ബ് ഇഷ്ടപ്പെട്ടവരിൽ ചേരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനേ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അനുഗ്രഹീതമായ സദസ്സിൽ പങ്കെടുക്കുന്നവരിൽ ഖൈർ നൽകുക അല്ലാ. റഹ്മാനായ തമ്പുരാൻ ഒരുപാട് അകലങ്ങളിൽ നിന്ന് വന്ന സഹോദരിമാരുണ്ട്. അല്ലാഹുവേ ഓരോ ചവിട്ടടിക്കും നീ അർഹമായ ഹസനാത്ത് രേഖപ്പെടുത്തണേ അല്ലാ. കടബാധ്യതകൾ വീട്ടിത്തരണേ അല്ലാ. വാഹനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകുക അല്ലാ. കൊച്ചുമക്കൾക്ക് നീ എല്ലാ നിലക്കുമുള്ള കാവൽ നൽകുക അല്ലാ. രോഗങ്ങളുടെ കെടുതിയെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ മാരക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും എല്ലാ മോമിനീങ്ങളെയും ദുആ വസിയത്ത് ഏൽപ്പിച്ചവരെയും നീ കാക്കണേ അല്ലാ. മരുന്ന് ഫലിക്കാത്ത രോഗങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്ന വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ.
അള്ളാഹുവേ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നീ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാഹ്. അനുയോജ്യമായ ബന്ധങ്ങളെ തേടുന്നോടത്ത് നീ തെളിച്ചു കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ കുടുംബത്തെ പറയിപ്പിക്കുന്ന പ്രണയബന്ധങ്ങളിലും കൂട്ടുകെട്ടുകളിലും ഞങ്ങളുടെ മക്കൾ പെടല്ല തമ്പുരാനെ. ലഹരി ഉപയോഗങ്ങളിൽ പെടല്ലേ അല്ലാഹ്. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാഹ്. വീട് പണിതതിലുള്ള കടബാധ്യത ഉള്ളവർക്ക് നീ അത് റാഹത്തിലാക്കി വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. വസ്തു വിറ്റുപോവാൻ, അതുവഴി കടം തീരാൻ, മറ്റു പല ആവശ്യങ്ങൾ നടക്കാൻ പലരും ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹുവേ ഖൈറായ നിലയിൽ വിറ്റാൽ, ആവശ്യം നടന്നാൽ വിറ്റതിനേക്കാൾ ഖൈറായ മറ്റൊന്ന് വാങ്ങാൻ നീ തൗഫീഖ് നൽകുക അല്ലാഹ്. ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കുക അല്ലാഹ്. അള്ളാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളായി അടുത്ത ദിവസങ്ങൾ മരിച്ചു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.